ന്റെ വചനങ്ങൾക്ക് വഴങ്ങാത്ത ഒതുങ്ങാത്ത മഹനീയരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോളെ 4 ദിവസമായേ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഒരു അഅറാബിയുള്ള തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫൈദുൽ ഹാഫിളിലും ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു അല്പം വ്യതിയാനത്തോടെയും ഇത് നിവേദനം ചെയ്യുന്നതായി കാണാം. തോട്ടത്തിലേക്ക് ചെന്ന് തോട്ടക്കാരനോട് ചോദിക്കുകയാണ്, ഇവിടെ വെള്ളം നനയ്ക്കാൻ ആളെ വേണോ, തോട്ടം നനയ്ക്കാൻ കൂലിക്കാരന് വേണോ? ആരാണ് ചോദിക്കുന്നത്? കൂട്ടുകാരാ, ലോകത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെ കേദാരമാണ്. അറബ് ലോകത്തുള്ള മാമലകൾ മുഴുവനും കനകമായി തിരുസവിധത്തിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ടാന്ന് പറഞ്ഞ് പരിത്യാഗത്തിന്റെ ആത്മീയതയിലേക്ക് വലിഞ്ഞുകൂടിയിട്ട് ലോകത്തിന് മുഴുവനും മാതൃകയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇവിടെ വേല ചെയ്യാൻ ആളെ വേണോ? അതേ, ഒരു ബക്കറ്റ് വെള്ളം കോരിയിട്ട് ഒരു ഈത്തപ്പന നനയ്ക്കുന്നതിന് 3 കാരക്ക കൂലി തരാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോട്ടക്കാരനറിയില്ല, അഅറാബിക്ക് പരിചയമില്ല. അവിടുന്ന് ഏറ്റെടുത്തു, കുഴപ്പമില്ല. ഹബീബിന്റെ കൈകൊണ്ട് വെള്ളം കോരാൻ തുടങ്ങി. മാമസിസ്തു ദീബാജൻ വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലില്ലാഹ്. ഒരു പട്ടും ഇതുപോലെ മാർദ്ദവമായി കാണില്ല. അത്രയും സോഫ്റ്റായ കൈവെള്ളയുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിലെ കിണറിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കോരിയിട്ട് തോട്ടം നനയ്ക്കുമ്പോൾ 9 ബക്കറ്റ് വെള്ളം കോരി എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഹിക്കായത്തിൽ കാണുന്നത്. ഏതായാലും അവിടുന്ന് കോരി നനച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടി അവിടുന്ന് കിണറ്റിലേക്ക് വീണുപോയി. ഹബീബിന്റെ കയ്യിൽ നിന്ന് വീണുപോയപ്പോൾ അഅറാബിക്കറിയില്ല ഇതാരാണ്, അഅറാബിക്കറിയില്ല ഇതേതു നേതാവാണ്, അഅറാബിക്കറിയില്ല ഇത് പ്രവാചകനാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വന്ന് അപരിഷ്കൃതനായ അഅറാബിയുടെ അധ്വാനിച്ച് തഴമ്പുള്ള കരം കൊണ്ട് ഹബീബിന്റെ മുഖത്തൊരൊറ്റ അടിയാണ്. ശബീഹു കബദുറുൽ ലൈലി ബല്ലന്ത അൻവറു വവജ്ഹുക മിമ്മാഇൽ മലാത്തി യസ്ഹറു വസുലുസുക കാഫൂറുൻ വറുബുക അംബറു വഖുമുസുക യാഖൂതുൻ വബാഖീക ജൗഹറു. മുഴുവനും രത്നമായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചന്ദ്രൻ പോലും തോറ്റുപോകുന്ന തിരുമുഖത്തേക്ക് അപരിഷ്കൃതനായ അഅറാബിയുടെ കൈ പതിയുമ്പോൾ ഹബീബിന്റെ മുഖത്താണ്
അയാൾക്കറിയില്ല ഇത് ഹബീബാണ്. ഹബീബിന്റെ മുഖത്ത് കൈ പതിഞ്ഞിട്ട് വിട്ടുവീഴ്ചയുടെ അതുല്യോദാഹരണമായ പുണ്യപൂമാന് പ്രതിഷേധമില്ല. അതുവരെ കോരിയ വെള്ളത്തിന്റെ കൂലിയായ കാരക്കയും കയ്യിലെടുത്ത് വീണുപോയ തൊട്ടിയെടുത്ത് കരയിൽ വെച്ചു കൊടുത്തിട്ട് ഹബീബ് നടക്കുകയാണ്. അഫ്വല്ലക യാ റസൂലല്ലാഹ്, മദീനയിലെ രാജാവേ, ഞങ്ങളിവിടെ ആസ്വാദനത്തിലാണ്, പുറത്തു തരണേ. അനുഭവങ്ങളുടെ ഭൗതികത തികയാത്ത പരമദാനിയിലാണ് ഞങ്ങൾ. അവിടുത്തെയുടെ ഔദാര്യം ഏറ്റുവാങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ ജീവിക്കുന്നത്. വൈകാരികതയുടെ ഹൃത്തടത്തിൽ നിന്ന് അവിടുത്തെയുടെ ക്ഷമയറിയാൻ കഴിയാത്തവരാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, മദീനയുടെ മണൽപ്പരപ്പിലൂടെ മുഖത്തു പറ്റിയ വേദന വകവെക്കാതെ കയ്യിലുള്ള കാരക്കയുമായി ബത്തൂലിന്റെ വീട്ടിലേക്ക് വന്ന് ഹസനൈനിയെ എടുത്ത് മടിയിൽ വെച്ചിട്ട് കാരക്ക കീറി വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഓ, ഹബീബിന്റെ കയ്യിൽ നിന്ന് കാരക്കയുടെ ചീന്തു വാങ്ങിയിട്ട് എന്നെ ഇഷ്ടപ്പെട്ടവർ ലോകമിഷ്ടപ്പെടേണ്ടതാണ്. ഇവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടണേന്ന് പറഞ്ഞ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അതാ വിളിക്കുന്നു. ഹസനൈനിക്ക് കാരക്ക ചിന്തിക്കൊടുക്കുമ്പോഴാണ് തോട്ടത്തിൽ നിന്ന് ഹബീബിന്റെ മുഖത്തടിച്ച അറാബി ആലോചിക്കുന്നു, ഞാൻ അടിച്ച മുഖം സാധാരണമല്ലല്ലോ, അതുല്യമായൊരു പ്രഭയതിലുണ്ട്, അവാച്യമായൊരു സ്വീകാര്യത അവിടെയുണ്ട്, അമ്പിളി തോക്കുന്ന മഹനീയമായ ഭാവമതിലുണ്ട്, പ്രപഞ്ചം നാണം കുടുങ്ങേണ്ട പ്രവിഷ്ടമായ വിശേഷണങ്ങളുണ്ട്. ഇതാരാണ്? മദീനയിൽ വന്ന നബിയാണോ? മദീനയിൽ ഉയർന്ന ദീപമാണോ? ഹിജാസിന്റെ മഹനീയമായ തിരുവെളിച്ചമാണോ? മാലോകരുടെ ഹൃദയത്തിലെ മാല്യമാണോ? അറാബി എഴുന്നേറ്റിട്ട് ഒരു പക്ഷേ അതൊരു പ്രവാചകന്റെ മുഖത്താണ് എന്റെ കൈ കൊണ്ടടിച്ചതെങ്കിൽ എന്റെ കൈ എത്ര ഹതഭാഗ്യമാണ് ചെയ്തത്. ഇനി ആ കൈ വേണ്ടാന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് കൈ വെട്ടുകയാണ്. കൈപ്പത്തി വെട്ടിമാറ്റി രക്തം വാർന്ന ബോധരഹിതനായി വഴിയിൽ കിടക്കുമ്പോ ഒരു സംഘം യാത്രക്കാര് വന്ന് വെള്ളം മുഖത്ത് തെളിച്ച് ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചു, അല്ല, എന്തേ ഇവിടെ കിടക്കുന്നത്? മറ്റൊന്നുമല്ല, എന്റെ തോട്ടത്തിൽ വന്ന് ഒരു ജോലി ചെയ്തിട്ട് പോയ ഒരു മഹാന്റെ മുഖത്ത് ഞാൻ അടിച്ചുപോയി, അതൊരു പക്ഷേ പ്രവാചകനാണോ? नूर की सागर नूर की जलवा नूर की जल का झा അതുല്യമായ പ്രഭാവത്തിന്റെ അവാച്യമായ അനുരാഗ സ്പർശങ്ങളെ മാലോകരുടെ മനതലങ്ങളിൽ അതുപോലെ അടയാളപ്പെടുത്തിയ അതുല്യാനുരാഗത്തിന്റെ അവാച്യ കേദാരമേ സലാം.
അറിയാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ എന്നറിയാതെയാണ് വഴിയാത്രികർ പറഞ്ഞു. എന്നാൽ ആ മദീനയിൽ ഒരു മസ്ജിദുണ്ട്, അതിന്റെ ചാരത്താണ് ആ പ്രവാചകന്റെ വാസം. പോയി അന്വേഷിച്ചു നോക്കിക്കോ. മുറിഞ്ഞുപോയ കൈയും മറുകൈയിലെടുത്തു പിടിച്ച് നേരെ നടക്കുമ്പോൾ അതാ നിൽക്കുന്നു മസ്ജിദിന്റെ മുറ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവർക്കൊന്നും വിഷയം അറിയില്ല. അവരോട് ചോദിച്ചു, ഇവിടുത്തെ പ്രവാചകൻ എവിടെ? അപ്പോഴാണ് പറയുന്നത്, അവിടെയാണ് മകളുടെ വീട്, ഫാത്തിമാന്റെ വീട്, അവിടെയുണ്ടാകും, അങ്ങോട്ട് പോയി നോക്കിക്കോ. അതാ സൽമാനുൽ ഫാരിസി കൂടെ കൂടിയെന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ നിവേദനത്തിൽ കൂടെ കൂടിയിട്ട് നേരെ സഹ്റായിന്റെ വീട്ടുമുറ്റത്ത് ചെന്നു നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാതിൽക്കൽ മെല്ലെ വിളിച്ചപ്പോൾ ഹബീബ് മടിയിലിരുത്തി അരിമ സന്താനങ്ങൾക്ക് കാരക്കയുടെ ചീന്ത് വെച്ചുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ, സൽമാനുൽ ഫാരിസി തങ്ങളുടെ സന്നിധാനത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുപ്പുനീര് പുരട്ടിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം كما برأت وصيبا باللمس راحته واطلقت قريبا من دبقة الأمم. ആ കരം സ്പർശിച്ചപ്പോൾ എത്ര രോഗമാണ് മാറിയത് കണ്ടില്ലേ. ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് മുഅവ്വിദ് ബിൻ അഫ്റാ റളിയല്ലാഹു അൻഹുവിന്റെ കൈ അബൂജഹൽ വെട്ടിക്കളഞ്ഞപ്പോ കയ്യിൽ പിടിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ കൈ വെട്ടിപ്പോയി, നബിയേ ഒട്ടിച്ചു തരണേ. നിരവധി ഗ്രന്ഥങ്ങളിലില്ലേ ആ കൈ ഒട്ടിച്ചു കൊടുത്തു ഹബീബെന്ന്. കണ്ടില്ലേ, തെറിച്ചു കൈവെള്ളയിലേക്ക് വീണ കണ്ണുമായി വന്നപ്പോ പടച്ചവനെ എന്റെ സ്വഹാബീദാ ഖദ് ഔജഹ നബിയക ബിവജ്ഹി ഫജ്അൽ ഐനഹു. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ഐന ഖതാദത മകാനഹു, അതേ സ്ഥലത്ത് വെച്ചു കൊടുത്തിട്ട് തുപ്പുനീരു കൊടുത്തിട്ട് പ്രാർത്ഥിച്ചപ്പോ പിൽക്കാല രോഗം കൂടി അഡ്വാൻസ്ഡ് ആയി മാറ്റിവെച്ച വിധത്തിൽ കൃത്യമാക്കിയില്ലേ. സലമത്ത് ബിനുൽ അക്വഅ റളിയല്ലാഹു അൻഹുവിന് ശമനം നൽകിയില്ലേ. എത്ര ഉദാഹരണമാണ്. ആ ഹബീബിന്റെ അടുക്കലാണ് അറാബിയുടെ വാചകം, എന്റെ കൈയൊന്ന് ഒട്ടിച്ചു തരണേ. കൈ എവിടെ വെച്ചു കൊടുക്കുന്നു? ഫഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഓ മുഹിബ്ബീങ്ങളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് സഹിച്ചത്. പെങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔറത്ത് മറച്ച് നടക്കാൻ പറഞ്ഞപ്പോ
നീ നിന്റെ മാറും പുറവും കാണിച്ച് അർദ്ധനഗ്നയായി ഹബീബിനെ വെല്ലുവിളിച്ചുകൊണ്ടാണോ തെരുവിലിറങ്ങുന്നത്? മദീന കരയുന്നില്ലേ മോളെ? നിന്റെ ഐബായയുടെ മുകളിൽ ഒരു തുണ്ടൻ തുണി കൊണ്ട് ആരെയോ ബോധിപ്പിക്കാൻ തലമറയ്ക്കാൻ ശ്രമിച്ചപ്പോ 1000 വട്ടം ഒഴിഞ്ഞു പോകുന്നൊരു കഷ്ണം തുണിയല്ലേ മോളെ നീ ധരിച്ചത്? മദീനയിലില്ലേ ഒരു രാജാവ്? വേദനിക്കുന്നില്ലേ നിന്റെ പ്രവണതയിൽ? ചെറുപ്പക്കാരാ, കൈവെള്ളയിലുള്ള മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ചിത്രം തെളിയുമ്പോ ഹബീബ് വേദനിക്കുന്നില്ലേ? ആ ഹബീബിനെ ഒന്ന് കാണണ്ടേ മോനെ? ആ റസൂലുള്ളാഹിനെ ഒന്ന് കാണണ്ടേ സഹോദരാ? ആ ഹബീബിനെ ഒന്ന് അനുഭവിക്കണ്ടേ മോനെ? കണ്ടില്ലേ, ദഹബി രേഖപ്പെടുത്തുന്നു സിയറിൽ ബഹുമാനപ്പെട്ട ഉബൈദത്ത് ഇബ്നു ഉമർ സൽമാനി മിനത് താബിഈൻ മിൻ അസ്ഹാബി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കണ്ടില്ലേ, ഇൻദനാ മിൻ ശഅരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖിബലി അനസ് ഇബ്നു മാലിക്. അനസ് ഇബ്നു മാലിക് തങ്ങളുടെ വഴിയായി ഞങ്ങളുടെ കയ്യിൽ ഹബീബിന്റെ ഒരു മുടിയുണ്ട്. അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ദഹബിൻ വഫില്ലത്തിൻ ഫിൽ അർദി. ലോകത്തുള്ള എല്ലാ മൂല്യമുള്ളതിനേക്കാളും വലുതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി. ആ വിശുദ്ധ കേശമുള്ള സ്ഥാപനമല്ലേ നമ്മുടെ മർക്കസ്? ആ ഹബീബിന്റെ മുടി നാവിന്റെ അടിയിൽ വെച്ചിട്ടല്ലേ അനസ് ഇബ്നു മാലിക് തങ്ങൾ ഖബറടക്കപ്പെട്ടതെന്ന് ഇമാം ബുഖാരി. ബഹുമാനപ്പെട്ട മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു കണ്ണിലും പഞ്ഞി വെക്കുന്ന സ്ഥലങ്ങളിലും മുടിയും നഖവും വെക്കണമെന്ന് വസിയ്യത്ത് ചെയ്തു എന്ന് അൽ ബിദായ വന്നിഹായ. അങ്ങനെ ഖബറടക്കിയെന്നും ചരിത്രം വിശദീകരണം. അങ്ങനെ ഹബീബിനോട് പ്രണയം കൊണ്ട് മദീനയുടെ മണൽപ്പരപ്പിനോട് ചുടുചുംബനം കൊടുത്തിട്ട് മതാ അഫൂസു ബിനളറത്തിൻ യാ സയ്യിദി വമതാ ഉകഹിലു മിൻ സറക ജുഫൂനി. എപ്പോഴാണ് മദീനയുടെ മണ്ണെടുത്ത് കണ്ണിലൊന്ന് സുറുമയണിയുക? എപ്പോഴാണ് മദീനയിലെ രാജനെയൊന്ന് കണ്ടിട്ട് സാന്ത്വനിക്കുക? പെങ്ങളെ, ഹബീബിനെ സ്നേഹിച്ച് ജീവിതം നന്നാക്കണം. സീരിയലുകൾക്ക് മുമ്പിൽ തപസ്സിരിക്കാതെ സ്വലാത്ത് ചൊല്ലണം. സിനിമയിലേക്ക് പോകാതെ ഹബീബിനെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് കൽബിൽ കയറിയിട്ട് പ്രണയം കൊണ്ട് മദീനത്തേക്ക് ആശിക്കണം. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രി കിടക്കുമ്പോ ഇമാമീങ്ങൾ മുഴുവനും കണ്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണ്ടേ മോളെ? എന്തു രസമാണ് ഹബീബ്! ശമായിൽ വായിക്കുമ്പോഴല്ലേ സൗന്ദര്യത്തിന്റെ പ്രകാശനം. എന്തു രസമാണ് ഹബീബ്! കണ്ടവരെഴുതുമ്പോഴല്ലേ ആശ്ചര്യപ്പെട്ടു പോകുന്നത്. സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു ചുംബിക്കുന്നു. ഹബീബിന്റെ കൈ തട്ടിയ കൈയല്ലേ അനസേ, ഒന്ന് മുത്തിക്കോട്ടെ.
തുഫാഹത്തുൻ മസ്സത് ബിയദിൻ മസ്സത് ബിഹാ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ തട്ടിയ കൈയല്ലേ, അതിൽ വെച്ച ആപ്പിളല്ലേ, കടിക്കാനുള്ളതല്ല മുത്താനുള്ളതാണ്. സാബിത്തുൽ ബുന്നാനി പറഞ്ഞില്ലേ, അനസ് റളിയല്ലാഹു